ഹലോ, ഇന്ന് നമുക്കൊരു കുട്ടി പെയിൻറ്റിങ് ചെയ്യാം കേട്ടോ. കുറേ നാളായിട്ട് ലോങ് വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനത് സ്കിപ്പ് ചെയ്ത് കൊണ്ടുപോകാമായിരുന്നു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാതിരുന്നത്. ഈ ഒരു പെയിൻറ്റിങ്ങും വലിയ ഡീറ്റെയിലിംഗ് ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പെയിൻറ്റിംഗ് ഒന്നും അല്ല. ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ചാനലൊക്കെ കാണുന്നതിൽ ഭൂരിഭാഗം പേരും കുട്ടികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിത് ചെയ്യാൻ പറ്റുന്നൊരു പെയിൻറ്റിംഗ് ആയിരിക്കും എന്ന് കരുതിയിട്ടാണ് ഇത് തന്നെ സെലക്ട് ചെയ്തത്. ടൈനി സ്കെച്ച് ബുക്കിലാണ് കേട്ടോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചുറ്റും ഇങ്ങനെ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, മേലെ കുറച്ച് ഭാഗത്ത് വൈറ്റ് പെയിൻറ്റും താഴെയായിട്ട് ഒരു 1/4 ഭാഗത്തോളം ബ്ലാക്ക് പെയിൻറ്റും ബേസായിട്ട് അടിച്ചു കൊടുത്തു. ഇനി ഈ റെഫറൻസ് ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ ബോഗൻവില്ല പൂക്കളാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ക്രിംസൺ റെഡ് കളറാണ്. അപ്പോൾ ഈ ക്രിംസൺ റെഡ് കളറിൽ ജസ്റ്റ് ആ ടൈനി ബ്രഷിൽ, നിങ്ങളുടെ കയ്യിലുള്ളതിൽ ഏറ്റവും ചെറിയ ബ്രഷ് ഏതാണോ ആ ബ്രഷ് എടുക്കുക. എന്നിട്ട് അതിലിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഡിപ്പ് ചെയ്തിട്ട് അതിൻ്റെ ടിപ്പ് കൊണ്ട് ഇങ്ങനെ പൂക്കളെ പോലെ തോന്നുന്ന രീതിയിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. പൂക്കളെ പോലെ തോന്നുന്ന രീതിയിൽ എന്ന് പറയാൻ കാരണം, ശരിക്കും ഒരു പൂക്കളുടെ ഷേപ്പൊന്നും നമ്മളിതിലൂടെ വരക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. പക്ഷേ ഓവറോൾ അത് കാണുമ്പോൾ പൂക്കളെ പോലെ നമുക്ക് തോന്നും എല്ലാം വരച്ചു കഴിയുമ്പോൾ. ഇംപ്രഷനിസ്റ്റിക് ടെക്നിക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ആ രീതിയിലാണ് കേട്ടോ നമ്മൾ വരച്ചു കൊടുക്കുന്നത്. പിന്നെ നല്ലോണം പൂക്കൾ തിങ്ങി നിൽക്കുന്ന ഭാഗത്ത് വെളിച്ചം കടന്നു വരാത്തത് കൊണ്ട് തന്നെ ആ ഭാഗത്ത് കുറച്ച് ഡാർക്കായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അണ്ടർ പെയിൻ്റ് ആയിട്ട് ഒരു 1/4 ഭാഗത്തോളം ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഇത് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചെയ്യുന്നത് അക്രിലിക് പെയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബാക്കിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മൾ ആദ്യം പെയിൻറ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മളൊരു പെയിൻറ്റിങ് എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും അടുത്ത് നമ്മൾ കാണുന്ന കാര്യമല്ല, ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന കാര്യമാണ് ആദ്യം വരയ്ക്കേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺമുന്നിലുള്ള കാര്യം ആദ്യം വരക്കാതിരിക്കുക. അതിൻ്റെ പിന്നിൽ ലെയറായിട്ട് ഏറ്റവും അവസാനം എന്തായിരിക്കും അതാണ് ആദ്യം വരയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ബാക്കിൽ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് ഏറ്റവും അവസാനം നിൽക്കുന്ന അധികം എടുത്ത് കാണാത്ത ബോഗൻവില്ല പൂക്കൾ ആദ്യം വരച്ചത്. ഇനി മേലേക്ക് വരുമ്പോഴേക്കും നമ്മളതിൽ അതിൻ്റെ റെഡ് കളർ കുറച്ചുകൂടി ലൈറ്റായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഞാൻ ക്രിംസൺ റെഡിനോടൊപ്പം വെർമിലിയൻ റെഡും യൂസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് പെയിൻറ്റ് ചെയ്യാനായിട്ട്. ചില ഭാഗത്ത് വെർമിലിയൻ റെഡും കൊടുക്കുന്നുണ്ട്. അതാകുമ്പോൾ ഒരേ റെഡ് കളർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഷെയ്ഡിങ് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെർമിലിയൻ റെഡും ക്രിംസൺ റെഡും മാറി ഉപയോഗിക്കുന്നത്. പിന്നെ പൂക്കൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഡോട്ടായിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഭാഗം ബ്ലാക്കായിട്ട് തന്നെ നമ്മൾ വെറുതെ വിടണം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇലകൾ വരച്ചു കൊടുക്കാനുണ്ട്. പിന്നെ കുറച്ച് ഭാഗത്ത് ആ ഡാർക്ക്നെസ് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുകയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം സ്പേസ് ബ്ലാക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവണം. ഇനി അഥവാ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഏറ്റവും അവസാനം നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാപ്പ് ഗ്രീൻ കൊണ്ട് ഇലകൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാപ്പ് ഗ്രീൻ തനിയെ അല്ല എടുത്തിട്ടുള്ളത്, സാപ്പ് ഗ്രീൻ്റെ ഒപ്പം കുറച്ച് ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി മീതെ വരുന്ന ഇലകളുടെ ഭാഗത്ത് സാപ്പ് ഗ്രീൻ മാത്രം എടുക്കാനും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ സാപ്പ് ഗ്രീൻ്റെ ഒപ്പം കുറച്ച് യെല്ലോ മിക്സ് ചെയ്തിട്ടും കുറച്ച് വൈറ്റ് മിക്സ് ചെയ്തിട്ടും ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഗ്രീന് മീതെ ഭാഗത്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഇലകൾ മാത്രം കുറച്ചുകൂടി എടുത്ത് ഇങ്ങനെ കാണുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പോൾ പല ഭാഗത്തായിട്ടൊരു ഷെയ്ഡിങ് ഇഫക്റ്റ് കിട്ടാനായിട്ട് നല്ലതാണ്. ഇത് നമ്മൾ ശരിക്കും ഇങ്ങനെ അടുത്ത് കാണുന്ന ഒരു ഇലകളുടെയോ പൂക്കളുടെയോ ഷേപ്പ് അല്ലല്ലോ വരക്കുന്നത്, ദൂരെ നിന്ന് കാണുന്ന ഒരു ഇമേജ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഇലകളായിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ ആ ഷെയ്ഡിങ്ങിലൂടെയാണ് നമുക്കത് ഫീൽ ചെയ്യുക. അപ്പോൾ ഇലകൾക്കും പൂക്കൾക്കും പല കളർ കൊടുക്കുക. പല കളർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ആണെങ്കിൽ തന്നെ റെഡിൻ്റെ പല ഷെയ്ഡ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രീൻ ആണെങ്കിൽ ഗ്രീനിൻ്റെ പല ഷെയ്ഡ്സ് യൂസ് ചെയ്യുക. അങ്ങനെയാണ് ആ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഇഫക്റ്റ് പെയിൻറ്റിങ്ങിൽ കൊണ്ടുവരാനായിട്ട് പറ്റുന്നത്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്, ഇടയ്ക്ക് കുറച്ച് ബ്ലാക്ക് സ്പേസൊക്കെ നമ്മൾ പൂക്കൾ വരച്ചപ്പോൾ ഫില്ലായി പോയിട്ടുണ്ട്. അത്രയധികം പൂക്കൾ അവിടെ വേണമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഭാഗമൊക്കെ ബ്ലാക്ക് പെയിൻറ്റ് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രീൻ ലീവ്സ് കുറച്ചുകൂടി വേണമെന്ന് തോന്നുന്ന ഭാഗത്തെല്ലാം ഗ്രീൻ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മൾ ടച്ച് ചെയ്ത് കൊടുക്കുന്നത്, കണ്ടോ. അപ്പോൾ ആ ഭാഗം മാത്രം ഇലകൾ ഇങ്ങനെ എടുത്ത് കാണും. അപ്പോൾ കുറച്ച് വെട്ടം വരുന്ന ഭാഗമായിട്ട് നമുക്കവിടെ ഫീൽ ചെയ്യും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതും സാപ്പ് ഗ്രീൻ ആണ്. മുന്നേ പറഞ്ഞതുപോലെ തന്നെ യെല്ലോ മിക്സ് ചെയ്തിട്ടാണ് ഈ സാപ്പ് ഗ്രീൻ ഉപയോഗിച്ചിരിക്കുന്നത്. എല്ലാ ഭാഗത്തും ഒരേപോലെ ലൈറ്റ് ഷെയ്ഡ് വരാൻ പാടില്ല. മീതെ കാണുന്ന ഭാഗത്ത് മാത്രം ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ യൂസ് ചെയ്യാം. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഇലകളായിട്ട് ഫീൽ ചെയ്തോളൂ. പിന്നെ അതുപോലെ തന്നെ റെഡ് ബോഗൻവില്ല വരയ്ക്കുന്ന സമയത്തും റെഡിൻ്റെ ഒപ്പം വേണമെങ്കിൽ ജസ്റ്റ് ഒരു യെല്ലോ ടച്ച് കൂടി, ഒരു അല്പം മാത്രം യെല്ലോ പെയിൻറ്റ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു റെഡിനും ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ് വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇപ്പം നമ്മൾ ഏതാണ്ട് ആ ഒരു ബോഗൻവില്ല പൂക്കളും ആ ലീവ്സും ഒക്കെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലാമ്പാണ്. ഈ ഒരു റെഫറൻസ് പിക്ചറിൽ ലാമ്പാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഭാഗം. അതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഭാഗമാണ് നമ്മൾ ഏറ്റവും അവസാനം വരക്കുന്നത്
വരണമെന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഈ ലാമ്പ് നമ്മൾ ഏറ്റവും അവസാനം വരയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു പൂക്കളുടെ പുറത്തായിട്ടാണ് ആ ലാമ്പ് വരച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊണ്ട് ലാമ്പിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഔട്ട്ലൈൻ വരക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ നമുക്കൊരു ഐഡിയ കിട്ടാനായിട്ട് വരച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. തെറ്റിപ്പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ ഷേപ്പിലൊക്കെ ചെറിയ വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ സാധാരണ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഉള്ള പെയിൻറ്റിങ്സ് ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെൻസിൽ കൊണ്ടൊരു ഔട്ട്ലൈൻ കൊടുത്തിട്ടൊക്കെയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാനായിട്ട് ഇരിക്കാറുള്ളത്. ഇന്ന് ഞാൻ ജസ്റ്റ് ഔട്ട്ലൈൻ ഒന്നും കൊടുക്കാതിരുന്നത് ഇതിലങ്ങനെ വലിയ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. ജസ്റ്റ് പൂക്കൾ നമുക്ക് ബ്രഷ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ലാമ്പും നമുക്ക് ബ്രഷ് കൊണ്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. കുറച്ചുകൂടി വലിയ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഔട്ട്ലൈൻസ് ഒക്കെ കൊടുത്തിട്ട് സ്കെച്ചൊക്കെ ചെയ്തതിന് ശേഷം മാത്രം വരയ്ക്കുക. ഇനി ആ ഒരു ഔട്ട്ലൈൻ നമ്മൾ വരച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാൻ പോവാണ്. ആദ്യത്തെ ലെയർ വൈറ്റ് അടിക്കുമ്പോൾ ആ ബ്ലാക്കുമായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ഡള്ളായിട്ടേ തോന്നുള്ളൂ. അടിയിലാണെങ്കിൽ ആ പൂക്കളുടെ കളറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റ് നമ്മൾ 1-2 തവണ ടച്ച് ചെയ്ത് കൊടുക്കണം. വൈറ്റ് മാത്രമല്ല, വൈറ്റിൽ ഞാൻ സ്വല്പം യെല്ലോ കൂടി ടച്ച് ചെയ്തിട്ടാണ് ആ ഒരു കളർ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഓഫ് വൈറ്റ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ആ ലാമ്പിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ലൈറ്റ് വീഴുന്ന ഇഫക്റ്റ് ഫീൽ ചെയ്യാനായിട്ട് ഒരു ആഷ് കളർ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആഷ് കളർ ഉണ്ടാക്കിയിട്ട് ഞാനത് ഡയറക്റ്റ്ലി അടിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. താഴെയുള്ള ബ്ലാക്ക് കളർ ഉണങ്ങുന്നതിനേക്കാളും മുന്നേ തന്നെ കുറച്ച് വൈറ്റ് പെയിൻറ്റ് എടുത്തിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ അടിക്കുന്ന വൈറ്റും ഉണങ്ങാത്ത ആ ബ്ലാക്ക് കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ആഷ് കളർ വന്നോളും. അങ്ങനെയാണ് ഞാൻ ഈ ആഷ് കളർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ എക്സ്ട്രാ ആഷ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലറ്റിൽ മിക്സ് ചെയ്തിട്ടും ഇതുപോലെ തന്നെ വരച്ചെടുക്കാം. എങ്ങനെയാണോ നിങ്ങൾക്ക് സൗകര്യമായിട്ട് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കുക. ഷെയ്ഡ് കാണിക്കാനായിട്ട് കുറച്ച് ഭാഗത്തൊന്ന് ഡാർക്കാക്കി കൊടുക്കുന്നുണ്ട്, ഒന്നുകൂടി ഒരു ബ്ലാക്കും കൊണ്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷേപ്പിൽ എന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് നമ്മൾ മുന്നേ കൊടുത്ത ആഷ് കളർ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ വൈറ്റ് പെയിൻറ്റ് കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചുകൂടി ആ ഭാഗത്ത് ഒരു ലൈറ്റ് നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ലൈറ്റ് തെളിഞ്ഞ് നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാമ്പിൻ്റെ ലൈറ്റ് അല്ല പറഞ്ഞത്, വെയിലടിച്ചിട്ടുള്ള അല്ലെങ്കിൽ വെളിച്ചം അടിച്ചിട്ടുള്ള ആ ഒരു ലൈറ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലാമ്പിൻ്റെ താഴത്തേക്ക് വരുന്ന ആ കമ്പിയുടെ ഭാഗത്തും സൈഡിലായിട്ട് ലൈറ്റ് ഫീൽ ചെയ്യാനായിട്ട് ആഷ് കളർ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു വര പോലെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തു നിന്നാണ് വെളിച്ചം വരുന്നതെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇനി എവിടെയെങ്കിലും കുറച്ച് എക്സ്ട്രാ കളേഴ്സൊക്കെ ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ഓവറോൾ ഒന്ന് നോക്കിയിട്ട് അവിടേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ പെയിൻറ്റിങ് ഓൾമോസ്റ്റ് കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിയും. പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതായതുകൊണ്ട് കുറച്ചുകൂടി സമയമൊക്കെ എടുത്തിട്ടാണ് ഇതെനിക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് പറ്റിയത്. ഇതേ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട്, അതായത് ഈ ഫ്ലവേഴ്സ് വരക്കുന്ന ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് വേറെ കളേഴ്സിൽ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. ആകാശവും ഫ്ലവേഴ്സൊക്കെ വരുന്ന ഡിഫറെൻറ്റ് പെയിൻറ്റിങ്സ് ട്രൈ ചെയ്യാം. അപ്പോൾ ഈ പെയിൻറ്റിങ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വരച്ച് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക. അതുപോലെ വരച്ച പെയിൻറ്റിങ്സ് ഇൻസ്റ്റയിലൂടെ എനിക്ക് അയച്ചു തരാൻ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.